രവിചന്ദ്രൻ അച്ഛൻ എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ലെജൻഡ് ഇന്നലെ വിരമിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു ട്രിബ്യൂട്ട് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കോൺസ്പിറൻസീസ്, വിവാദങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ടീം ഫോഴ്സ് ചെയ്ത് റിട്ടയർമെന്റ് എടുത്തിട്ടുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം ഓൾ ഗ്രേറ്റ് തിങ് കംസ് ടു ആൻ എൻഡ് എന്ന് പറയുന്നത് പോലെ എല്ലാ നല്ല കാര്യങ്ങളും ഒരിക്കൽ അവസാനിക്കുന്ന ഉള്ള രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം. അപ്പം അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് കൊടുത്തിട്ടുള്ള ആ ഒരു സർവീസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2010 ഞാൻ രവിചന്ദ്രൻ അശ്വിൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ഫൈനലിൽ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കുറച്ച് ഓവറുകൾ എറിയുന്നുണ്ട്. 160, 165 അങ്ങനെ താരതമ്യേന ഒരു ചെറിയ സ്കോറാണ് മുംബൈയിലെ ബ്രവോൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിട്ടുള്ള ആ മത്സരത്തിൽ മുംബൈ ചേസ് ചെയ്യുന്നത്. പക്ഷേ മുംബൈക്ക് ആ മത്സരത്തിൽ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. രവിചന്ദ്രൻ അശ്വിൻ ആ മത്സരത്തിൽ ആ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറെ പോലും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നാണ് ഞാൻ രവീന്ദ്രൻ അശ്വിനെ ആദ്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത്. പിന്നെ അശ്വിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് 2011 IPL ഫൈനലായിരുന്നു. ക്രിസ് ഗെയിലിനെതിരെ അറിഞ്ഞിട്ടുള്ള ആ ഒരു സ്പെല്ല് അതും ഇൻക്രെഡിബിൾ ആയിരുന്നു. ഏകദേശം 200 റൺസിനടുത്ത് RCB ആ മത്സരത്തിൽ ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ചിന്നസ്വാമി പോലുള്ള ഗ്രൗണ്ടിൽ ആ സീസണിൽ ഗെയില് റെഡ് ഹോട്ട് ഫോമിലായിരുന്നു. ആ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് വിന്നർ ആയിരുന്നു ക്രിസ് ഗെയിൽ. ആ ക്രിസ് ഗെയിൽ 2010 സച്ചിനെ എങ്ങനെയാണ് വെള്ളം കുടിപ്പിച്ചത് അതേപോലെ തന്നെ ആദ്യത്തെ ഓവറിൽ തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രവീന്ദ്രൻ അശ്വിന് സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അശ്വിൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബോളർ കൂടിയാണ്. അത് ആദ്യമായിട്ട് തെളിഞ്ഞത് 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു സീരീസ് കളിക്കുന്നുണ്ട്. ആ സീരീസിൽ അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി ആണെന്ന് തോന്നുന്നു. ആ സെഞ്ചുറി അന്ന് അവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ 2011 എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിൻ്റെ 100ാമത്തെ സെഞ്ചുറി നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്ന സമയമാണ് ഓരോ ഇന്ത്യൻ ആരാധകർ എന്ന രീതിയിൽ. അപ്പോൾ സച്ചിനും അശ്വിനും ആ മത്സരത്തിൽ കളിക്കുന്നുണ്ട്. പക്ഷേ സച്ചിന് പകരം അശ്വിനാണ് ആ മത്സരത്തിൽ സെഞ്ചുറി നേടുന്നത്. അപ്പോൾ അന്ന് വന്നിട്ടുള്ള ഒരു പത്ര കട്ടിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സച്ചിന് വെച്ചത് അശ്വിൻ എന്നായിരുന്നു പത്രത്തിലെ ആ സെഞ്ചുറിയെ കുറിച്ചുള്ള വാർത്ത. അപ്പോൾ അതോടുകൂടി രവീന്ദ്രൻ അശ്വിൻ നന്നായിട്ട് ബാറ്റിംഗ് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സ്പിന്നറാണെന്ന് അശ്വിൻ ലോകത്തോട് വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏകദേശം 5ഓളം സെഞ്ചുറികൾ അദ്ദേഹത്തിന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് MS ധോണിയുടെ ടെസ്റ്റ് സെഞ്ചുറികളെക്കാളും കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തു. ഒരു ബോളർ എന്ന രീതിയിൽ അശ്വിൻ എത്രമാത്രം ഗ്രേറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് 2013 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ്. 2011 നടന്നിട്ടുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് 4-0 വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ 2013 ഇന്ത്യയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി കളിച്ച ഓസ്ട്രേലിയ 4-0 നമ്മൾ തകർക്കുന്നുണ്ട്. അതിൽ MS ധോണി ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് ചെന്നൈയിലെ ടെസ്റ്റ് മാച്ച് ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ രവീന്ദ്രൻ അശ്വിൻ തൻ്റെ വിശ്വരൂപം കാണിക്കുന്നുണ്ട്. ഏകദേശം 10 വിക്കറ്റിലധികം ആ മത്സരത്തിൽ അശ്വിൻ നേടിയെടുക്കുന്നുണ്ട്. അന്നാണ് അശ്വിൻ തൻ്റെ സ്പിൻ ബോളിംഗ് പ്രോവസ് ഈ ലോകത്തോട് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അശ്വിൻ്റെ ചില സ്പെല്ലുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അശ്വിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ODI ക്രിക്കറ്റിലെ സ്പെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അശ്വിൻ 2011 മൊട്ടേര സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഓസ്ട്രേലിയക്കെതിരെ പവർ പ്ലേയിൽ എറിഞ്ഞിട്ട് വാട്സന്റെ കുറ്റി തെറിപ്പിക്കുന്നുണ്ട്. അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്പെല്ലായിരുന്നു. കാരണം ഒരു സ്പിന്നർ എന്ന രീതിയിൽ പവർ പ്ലേയിൽ എറിയുക, പ്രത്യേകിച്ച് ഓഫ് സ്പിന്നറാണ് അശ്വിൻ. അപ്പോൾ ആ ഓഫ് സ്പിന്നർ ആയതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ എറിഞ്ഞ് വിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ഇൻക്രെഡിബിൾ സ്പെല്ലാണ്. പിന്നീട് ഇന്ത്യ ആ മത്സരം വിജയിക്കുന്നുമുണ്ട്. പക്ഷെ അതിൽ അശ്വിന്റെ സ്പെല്ല് അധികം പറഞ്ഞു കേട്ടിട്ടില്ല ആരും. അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്പെല്ലായിരുന്നു രവീന്ദ്രൻ അശ്വിന്റെ. ക്രിക്കറ്റ് തന്നെ അശ്വിന്റെ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്പെല്ല് വന്നിട്ടുള്ളത് ആ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഒരു 20 ഓവർ ഗെയിമിൽ അശ്വിൻ ലാസ്റ്റ് ഓവർ എറിയുന്നുണ്ട്. ഏകദേശം 7 റൺസോ ആണ് അശ്വിൻ അന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പം അതും ഒരു അശ്വിന്റെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്പെല്ലാണ് നമുക്ക് ODI ക്രിക്കറ്റിൽ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ഓർമ്മ എന്ന് പറയുന്നത് 2022 T20 ലോകകപ്സ് പാകിസ്ഥാനുമായിട്ട് കളിച്ചൊരു മത്സരമാണ്. അശ്വിൻ വേഴ്സസ് മുഹമ്മദ് നവാസ്. ഇന്ത്യക്ക് ഒരു ബോളിൽ 2 റൺസ് വേണം. തീർച്ചയായിട്ടും മുഹമ്മദ് നവാസ് അശ്വിൻ്റെ
പാഡ് ലക്ഷ്യമാക്കിയിട്ട് ഒരു ബോൾ എറിയുന്നു. പക്ഷെ അശ്വിൻ വളരെ കൂളായിട്ട് കാമായിട്ട് നിന്നിട്ട് ആ ബോള് ലീവ് ചെയ്യുന്നു. അതിപ്പോൾ പാഡിൽ ഒരു ചെറിയ ടച്ചെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ആ മത്സരം തോറ്റേനെ. പക്ഷെ ആ സമയത്ത് അത്രയും വലിയ ക്രൗഡിന്റെ മുമ്പിൽ അത് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കറേജും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ള തോട്ടിലുള്ള ക്ലാരിറ്റിയും ഒക്കെ കമന്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം രവിചന്ദ്രൻ അശ്വിന്റെ നല്ല ഒരു ഓർമ്മയാണ്. 13 വർഷക്കാലം ഇന്ത്യയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അൺബീറ്റബിൾ ആയിരുന്നു. അതിന്റെ ഒരു പില്ലറായിട്ടുള്ള ബോളർ തന്നെയായിരുന്നു രവീന്ദ്രൻ അശ്വിനുമായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം രവീന്ദ്ര ജഡേജയും രവീന്ദ്രൻ അശ്വിനും കൂടി ഇന്ത്യയിൽ കളിക്കുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാലൻസ് ഉണ്ട്. അതായത് 8, 9 നമ്പറിലൊക്കെ വന്നിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 2 ടോപ്പ് ക്ലാസ് സ്പിന്നേഴ്സിന്റെ ആ ഒരു ബാലൻസ്. ആ ബാലൻസ് ആണ് ഇന്ത്യയെ ഒരു അബ്സല്യൂട്ട് ജഗനോട്ട്, അതായത് സ്വന്തം ഹോമിൽ ഒരു ജഗനോട്ടാണെന്ന് തന്നെ പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് വളർത്തിയത്. അവിടെയാണ് അശ്വിന്റെ ഗ്രേറ്റ്നെസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. രവിചന്ദ്രൻ അശ്വിൻ ജോസ് ബട്ട്ലറിനെതിരെ നടത്തിയിട്ടുള്ള മങ്കാത്തിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മങ്കാത്തിങ് നടന്നതിന് ശേഷം ക്രിക്കറ്റിലെ ലോസിനെയും ക്രിക്കറ്റിലെ എത്തിക്സിനെ പറ്റിയിട്ടും ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു വ്യൂ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് എപ്പോഴും റൂൾസിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കളിയാണ്. ക്രിക്കറ്റ് മാത്രമല്ല, ലോകത്തിൽ ഏത് കളിയായി കഴിഞ്ഞാലും അത് റൂൾസിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കളിയാണ്. അപ്പം ആ റൂൾസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കളി കളിക്കേണ്ടതുണ്ട്. ക്രിക്കറ്റ് ലോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ബോളർ ബോൾ ചെയ്യുന്ന സമയത്ത് ക്രീസിന് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ ബോളർക്ക് നിങ്ങളെ നോൺ സ്ട്രൈക്കർ എൻഡിൽ വെച്ചിട്ട് റൺ ഔട്ട് ആക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ക്രിക്കറ്റ് ലോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് ക്രിക്കറ്റിന്റെ എത്തിക്സിനെ പറ്റിയിട്ട് പറയാൻ ഒരു അവകാശമില്ല എന്നുള്ള കാര്യം അശ്വിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പല ആളുകൾക്കും ഉണ്ടാകുമെങ്കിൽ പോലും അശ്വിൻ ചെയ്തതാണ് ശരി. ക്രിക്കറ്റ് ലോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കളിക്കേണ്ടതുണ്ട്. അപ്പം ക്രിക്കറ്റ് ലോനെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ട് ചിന്തിക്കാനും ലോകത്തിന് ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കാനും അശ്വിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും രവീന്ദ്രന്റെ ഫ്യൂച്ചറിന് ഒരു എല്ലാവിധ ആശംസകളും നമ്മൾക്ക് എല്ലാവർക്കും നൽകാം. അപ്പോൾ 2006 ബാച്ച് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇത്ര നാൾ സർവ് ചെയ്ത് പോയിട്ടുള്ള ഒരുപാട് ലെജൻഡറി ക്രിക്കറ്റേഴ്സ് കളിച്ചിട്ടുള്ള ആ 2006-5 ബാച്ചിൽ നിന്ന് ഒരാൾ കൂടി പുറത്തേക്ക് പോവുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മാത്രമാണ് ആ ബാച്ചിൽ ഇനി അവശേഷിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ അശ്വിനും എല്ലാ വിധത്തിലുള്ള ആശംസകളും. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇനിയും നല്ല രീതിയിൽ സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കോച്ചിങ്ങിലോ അദ്ദേഹത്തിന്റെ ഷാർപ്പ് മൈൻഡോ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും.